എല്ലാവർക്കും PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് ജീവിതത്തിൽ 2 ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ സഹാരി റൈസ് പ്ലസിലൂടെ സാർ നൽകിയത്. രാവിലെ എണീക്കുക, ഡെയിലി ഒരു 2 എക്സാം വെച്ച് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഹാർഡ് വർക്കാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്. പിന്നെ നമുക്കൊരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പറ്റും. നമ്മുടെ ഉള്ളില് ഒരു ലക്ഷ്യം ഉണ്ടാവണം. നമ്മൾ എന്തായി തീരും, നമ്മുടെ ഡ്രീം എന്താണ്, അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മള് ജീവിതത്തിൽ എത്തേണ്ട സ്ഥലത്ത്, നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് സക്സസ് സ്റ്റോറി പങ്കുവയ്ക്കുന്നത് വിക്ടർ രാജും അതുപോലെ നമ്മുടെ മെറിൻ എൽദോസുമാണ്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷയിൽ എറണാകുളം ജില്ലയിൽ നമ്മുടെ സഹകാരിയുടെ കോച്ചിങ് തുടങ്ങിയ തൊട്ട് തന്നെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്ടർ രാജു എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു അനിയൻ കൂടെയാണ്. അപ്പോൾ വിക്ടറിൻ്റെ കൂടെ നിൽക്കുന്നത് വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തന്നെയാണ്. എറണാകുളം ജില്ലയിൽ 3ാം റാങ്ക് ഹോൾഡറാണ് മെറിൻ. അതേപോലെ വിക്ടർ എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എറണാകുളം ജില്ലയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറിയിൽ 1st റാങ്ക് ഹോൾഡറാണ്. മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടറും കൂടെ ഉണ്ട്. കാര്യം നമുക്കിതിന് വേണമെങ്കിൽ PSC പ്രണയകഥ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പോൾ ഒഫീഷ്യലി റിവീൽ ചെയ്യാണ് വിക്ടർ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയെന്നാണ് എനിക്കിപ്പോൾ അറിയണത്. എല്ലാവർക്കും PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുള്ളൂ. എനിക്ക് ജീവിതത്തിൽ 2 ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ സഹാരി റൈസ് പ്ലസിലൂടെ സാർ നൽകിയത്. അപ്പോൾ മെറിനും സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. സാറിൻ്റെ പറഞ്ഞിട്ട് എനിക്കൊരു ചേട്ടനെ പോലെയാണ്. അപ്പോൾ സാറിൻ്റെ മറ്റൊരു സ്റ്റുഡൻ്റാണ് ഇപ്പോഴത്തെ എൻ്റെ വൈഫ് മെറിൻ. ഞങ്ങളെ കണ്ടത് ഇങ്ങനെ ഇതുപോലെ സാറിൻ്റെ ക്ലാസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പരിചയപ്പെടുകയും അങ്ങനെ പിന്നീട് വീട്ടുകാർ വഴി ആലോചന വരികയും അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ സാറിനോട് വളരെയേറെ നന്ദിയുണ്ട്. ജീവിതത്തിൽ ജോലിപരമായിട്ടൊരു ഇത് തന്ന് കുടുംബപരമായിട്ടും 2 ഇതാണ് എനിക്ക് തന്നിരിക്കുന്നത് സാർ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ടത് വിക്ടർ ഈ അതായത് VHSC പഠിക്കാതെ തന്നെ ജോലിയോടൊപ്പം പഠിച്ച് ഈ VHSC പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ കട്ട് ഓഫ് 62 മാർക്കായിരുന്നു അല്ലേ, 62 മാർക്ക്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ സർവീസ് കാറ്റഗറിയിലാണെങ്കിൽ പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മാർക്ക് മതി എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ഒരു ബാച്ച് വന്നതിന് ശേഷമാണ് അവിടെ കൃത്യമായൊരു മത്സരം വന്നത്. അപ്പോൾ ആ മത്സരത്തിൽ വിക്ടർ എന്തായിരുന്നു വിക്ടറിൻ്റെ ഒരു ഫയർ? ഈ പ്രാവശ്യത്തെ ഇതിൽ ഏറ്റവും കൂടുതൽ മത്സരമുള്ള ഒരു ജില്ലയായിരുന്നു എറണാകുളം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എറണാകുളത്ത് മലപ്പുറത്ത് പിന്നെയും കൂടുതൽ ചാൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സാർ നിനക്ക് കഴിവും ഇതൊക്കെ ഉള്ള ആളാണ്. ഞാൻ ഡിഗ്രിയിൽ BSc മാത്സ് ആയിരുന്നു, അതായത് ഇതായിട്ടൊരു ബന്ധമില്ലാത്തൊരു വിഷയമായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ സാറിനോട് പല പ്രാവശ്യം ചോദിച്ചു, ഞാൻ എറണാകുളത്ത് വെക്കണം, മലപ്പുറം വെക്കട്ടെ. അപ്പോൾ നീ എന്തിനാണ് പേടിച്ചു പറഞ്ഞത്, എറണാകുളത്ത് വെച്ചിട്ട് എറണാകുളത്ത് ജയിച്ചാണെങ്കിലോ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ഞാൻ ഇതെഴുതുന്നതും. ഞാൻ പിന്നെ സ്ഥിരം വിളിക്കുമായിരുന്നു, ഒന്നും മനസ്സിലാവില്ല, പിന്നെ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ മെയിനായിട്ട് ആപ്പിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു, എല്ലാ ദിവസവും കറക്റ്റ് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു ഹാർഡ് വർക്ക് കൂടിയാണ് വേണ്ടത്. രാവിലെ എണീക്കുക, ഡെയിലി ഒരു 2 എക്സാം വെച്ച് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ഹാർഡ് വർക്കാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്. എനിക്ക് ലാസ്റ്റ് ഗ്രേഡ് എഴുതിയിട്ടൊരു പരിചയമുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരുന്നു. പിന്നെ ഇതുപോലെ എക്സാം എഴുതുക, പിന്നെ നമുക്കൊരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും. അതുപോലെ നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ എറണാകുളത്തല്ലേ വലിയ മത്സരം നടന്നൊരു മേഖലയാണ് ജനറൽ കാറ്റഗറിയിൽ. അപ്പോൾ ജനറൽ കാറ്റഗറിയിൽ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും ഉയർന്ന റാങ്ക് സൂര്യയാണ്, 2nd റാങ്ക്. പിന്നെ വന്നിരിക്കുന്നത് 3rd റാങ്ക് നമ്മുടെ മെറിനാണ്. മെറിൻ ഏകദേശം നിയർലി 90 അല്ലെ 85+ സ്കോർ ചെയ്തുകൊണ്ട് അത്തരത്തിലൊരു ലെവലിലേക്ക് എത്താൻ വേണ്ടി മെറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു രീതികൾ എന്തൊക്കെയായിരുന്നു? സ്പെഷ്യലായ രീതി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബേസിക് ഉണ്ടായിരുന്നു +1 +2 VHSC പഠിച്ചുകൊണ്ട്. പിന്നെ എനിക്ക് മെയിൻലി ഫോക്കസ് ചെയ്യാൻ 2 ടെക്സ്റ്റ് ഞാൻ തറവായിട്ടിരുന്ന് പഠിച്ചു, നൈറ്റൊക്കെ ഇരുന്ന് പഠിച്ചു. പിന്നെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ച് അങ്ങനെ നമ്മൾ പറയുന്ന പോലെ കൃത്യമായിട്ട് നോട്ടുകളെല്ലാം ഭിത്തിയിൽ എഴുതി ഒട്ടിക്കുന്നുണ്ടായിരുന്നു. സാറ് പറഞ്ഞ പോലെ ഭിത്തിയിലെത്തി ഒട്ടിച്ച് എല്ലാ ദിവസവും എണീക്കുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ ഒട്ടിച്ച് വെച്ചാണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു മെത്തേഡാണ്. കാര്യം നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ മറന്നു അല്ലേ, നമ്മളിങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് ഇതിനെ ഫീഡ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റിക്കി നോട്ട്സ് വെക്കുക. അതുപോലെ പിന്നെ എന്തൊക്കെയായിരുന്നു അടുത്ത പരിപാടി? ഡെയിലി എക്സാം ചെയ്യാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ണും പൂട്ടി എഴുതിയതിനു ശേഷം തെറ്റിപ്പോകുന്നത് ഡിഫിക്കൽട്ടി ഫാക്ടർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡിഫിക്കൽട്ടി ഫാക്ടർ നമ്മുടെ ഈ LI പ്രിപ്പറേഷനിലുള്ള പിള്ളേരുടെ ഒരു വളരെ വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. കാര്യം
നമ്മളിപ്പോൾ ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ ഏകദേശം 100ഓളം ചോദ്യം വരട്ടെ, ഒറ്റ ക്ലാസ്സിൽ 100 ചോദ്യങ്ങൾ എടുക്കുന്നത്, ഒരു 10-15 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അടക്കം. പക്ഷെ അന്ന് അത്രയില്ലല്ലേ, അന്ന് ഏകദേശം 30-40 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ എല്ലാ പോയിന്റ്സും കവർ ആവും. അപ്പോൾ അങ്ങനെ ഒരു എക്സാം നടക്കും. ഈ എക്സാം തന്നെ ഇവർ റിപ്പീറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഇത്രയേ ഉള്ളൂ, അവർക്ക് എന്താണോ മറന്നു പോകുന്നത് അപ്പോൾ ആ ഓരോ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി അത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക, അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിഫിക്കൽട്ടി ഫാക്ടർ. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യണം എല്ലാവരും കേട്ടോ. നമ്മുടെ ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം ഒന്ന് കൊടുക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം, നമ്മൾ എന്തായി തീരും, നമ്മുടെ ഡ്രീം എന്താണ്, അങ്ങനെ ഒരു ലക്ഷ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പം നമ്മൾ ജീവിതത്തിൽ എത്തേണ്ട സ്ഥലത്ത്, നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. എല്ലാവർക്കും വിജയം ഉണ്ടാവും, ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ ഇറങ്ങുന്ന എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്, സമയമില്ലാതെ മറ്റുള്ള ജോലിക്ക് പോകുന്നതായിരിക്കുള്ളൂ എല്ലാവരും. അങ്ങനെ ഓരോരോ സംശയങ്ങളായിരിക്കുള്ളൂ എല്ലാവർക്കും. പഠിക്കാൻ സമയം കിട്ടില്ല, ഇതെല്ലാം നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് ശരിക്കും പറഞ്ഞത്. എന്താ പറയുക, നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും, പഠിക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ കഴിവുകളുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഒരു പൊടി തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് അതുവഴി നല്ല റിസൾട്ട് ഉണ്ടാക്കാനും എന്തായാലും സാധിക്കും. ഇവിടെ എനിക്ക് എറണാകുളത്ത് അത്രയും നല്ല കോമ്പറ്റീഷൻ നടന്ന സ്ഥലമാണ് എറണാകുളം. അപ്പോൾ ശ്യാം സാറിൻ്റെ ചെറിയൊരു ഇതിൻ്റെ പുറത്ത് ഞാനതിൻ്റെ പുറത്ത് ഭാഷയ്ക്ക് പഠിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് എറണാകുളത്ത് എനിക്ക് 1ാം റാങ്ക് സാധിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 1ാം റാങ്കും എല്ലാ ജില്ലകളിലും നമ്മുടെ സഹകരിക്കാൻ 1ാം റാങ്ക് നേടാൻ സാധിക്കാൻ ചെയ്യും.